തന്നെ പിടിച്ച വീഡിയോയുടെ ബാക്കിയുള്ളത്. കാൽവരിയിൽ കുർബാനയ്ക്ക് പാടിയ പാട്ട്. എൻ്റെ പേരക്കുട്ടി വീഡിയോ 6 വയസ്സായ മകള് വീഡിയോ പിടിച്ചത്. നല്ല ക്ലിയറായിട്ട് അൽത്താര എന്നെ സൈഡിൽ വൈദിക വിദ്യാർത്ഥികൾ പാടുന്ന മറ്റു അവരെ ബ്രദേഴ്സിന് ആൾക്കാർ കുർബാന സ്വീകരിച്ചു പോകുന്നതിൻ്റെ എല്ലാം നല്ല അച്ചടക്കത്തോടു കൂടി നല്ല വീഡിയോ ആയിരുന്നു. അതിപ്പോൾ കാണാനില്ല. പാട്ട് പാടുമ്പോൾ എൻ്റെ പേരക്കുട്ടി പിടിച്ച വീഡിയോ ഭദ്രമായി ഉണ്ട്. പക്ഷെ നോക്കിയാൽ കണ്ടുപിടിക്കണം. അനുകരിക്കാൻ എന്നെ അനുഗമിക്കാൻ, അനുകരിക്കാൻ എന്നെ അനുഗമിക്കാൻ അഭിലഷിച്ചിടുന്നോരേ പരിതരിച്ചിടുവിൻ സ്വയം നിങ്ങൾ അനുദിനം കുരിശെടുത്തൻ പിൻപെ നടന്നിടുവിൻ. അനുകരിക്കാൻ എന്നെ അനുഗമിക്കാൻ ജീവൻ എന്നെ പ്രതി നശിപ്പിക്കുവോർ നിത്യം ജീവന്റെ ഉറവയായി തീർന്നിടും. നശ്വരമീ ലോക ജീവിതം നേടുവോർ നിശ്ചയം നിഴൽ പോലെ മറഞ്ഞിടും. കാൽവരി മല ഞാൻ കയറിയില്ലേ, കുരിശു ചുമന്നു ഞാൻ വീണില്ലേ, കാരിരുമ്പാണിയിൽ തൂങ്ങിയില്ലേ, എൻ്റെ പ്രാണൻ നിനക്കായി നൽകിയില്ലേ. അനുകരിക്കാൻ എന്നെ അനുഗമിക്കാൻ പാരിലെ സമ്പത്ത് സകലതുമൊരുവാന് കരകതമാകിലും എന്തു നേട്ടം. നരകത്തിനെരിതിയിൽ തന്നാത്മം ദഹിക്കുമ്പോൾ ഉപകരിച്ചിടുകിൽ ലവയിലേതും. കുരുടർക്ക് കാഴ്ചയും ചെകിടർക്ക് കേൾവിയും ആടിമയ്ക്ക് വിടുതലും ഉദ്ഘോഷിക്കാൻ അഗതിക്ക് സുവിശേഷ നിധി നൽകാനൻ താതൻ അഭിഷേകിച്ചയച്ചെന്നെ ഈ മണ്ണിൽ. അനുകരിക്കാൻ എന്നെ അനുഗമിക്കാൻ അഭിലഷിച്ചിടുന്നോരേ പരിതരിച്ചിടുവിൻ സ്വയം നിങ്ങൾ അനുദിനം കുരിശെടുത്തൻ പിൻപെ നടന്നിടുവിൻ. കുറച്ച് ദിവസമായിട്ട് ഞാനും എൻ്റെ ഭർത്താവും 6 മണിയുടെ ഷെക്കിനാരെ കുർബാന ആരാധന കൊന്തയൊക്കെ കൂടാറുണ്ട്. രാവിലെ കുർബാന കണ്ടാലും. അപ്പോൾ പിന്നെ വൈകുന്നേരം കൊന്തെത്തിക്കലില്ല. അപ്പോൾ കുറച്ച് നാളായിട്ട് മറ്റേത് കൊന്തെത്തിക്കുമ്പോൾ എൻ്റെ ഭർത്താവാണ് ബൈബിൾ വായിക്കാറ്. കുറച്ച് നാളായിട്ട് അപ്പോൾ ബൈബിൾ വായന സ്പെഷ്യലായിട്ട് ഇല്ല. അപ്പം ഞാനതിങ്ങനെ പറഞ്ഞേ, ചേട്ടൻ എത്ര നാളായി കൊന്തെത്തിക്കുമ്പോൾ നമ്മൾ ഷെക്കിനയിൽ ആദ്യത്തെ കൊന്തയിൽ കൊണ്ട കാരണം ബൈബിൾ വായന നടക്കണമെന്നില്ല, ബൈബിൾ വായിക്കേണ്ടതെന്ന് കേട്ടോ. അത് ഞാനിങ്ങനെ ഭർത്താവിനോട് പറഞ്ഞു, ചേട്ടൻ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ബൈബിള് എടുക്കാം, ചേട്ടൻ ഒരു ഭാഗം 2 ഭാഗം ഒന്ന് വായിച്ചോ. ചേട്ടനപ്പോൾ മനമില്ല മനസ്സോടെ വായിച്ചു. ഞാൻ പ്രാർത്ഥിച്ചിട്ട് തന്നെയാ ബൈബിള് എടുത്ത് പ്രാർത്ഥിച്ച്. നന്ദലാൽ ഡോക്ടർ ആയുർവേദത്തിൻ്റെ അവിടെ ബൈബിള് നെഞ്ചത്ത് വെച്ച് പോലെ പ്രാർത്ഥിച്ച് ഞാൻ കുടുംബജീവിതം നയിക്കുന്നവരുടെ എല്ലാവർക്കും വേണ്ടി എൻ്റെ കർത്താവേ നല്ലൊരു വചനം തരണേ വായിക്കാൻ പറഞ്ഞ്. എല്ലാം ഭർത്താവിന് അറിയാം. അപ്പോൾ അത് കണ്ട് പ്രാർത്ഥിച്ച് ഭർത്താവിൻ്റെ കയ്യിൽ കൊടുത്തു വായിക്കാനായിട്ട്. അപ്പോൾ ഭർത്താവ് കിട്ടിയത് എനിക്ക് ഭയങ്കര അതിശയം തോന്നി. കുടുംബജീവിതം നയിക്കുന്ന എല്ലാവർക്കും ഉള്ളത് തന്നെയാണ് എല്ലാവർക്കും കിട്ടിയത്. കറക്റ്റ് മാച്ചായിട്ട് നമ്മൾ എന്താ ആവശ്യമുണ്ടെങ്കിലും
നമ്മൾ പ്രാർത്ഥിച്ച് വചനം എടുത്താൽ നമുക്ക് എന്തിനും ഉള്ള ഉത്തരം നമുക്ക് കിട്ടും. അപ്പം ഞാൻ കുടുംബജീവിതത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ബൈബിള് വചനം ചോദിച്ച് മേടിച്ചതും ചേട്ടനെ കൊണ്ട് വായിപ്പിച്ചതും. കിട്ടിയത് പ്രഭാഷകൻ 13-ാം അധ്യായം പ്രഭാഷകൻ 13-ാം അധ്യായം 1 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. വ്യാജ സുഹൃത്തുക്കൾ കീൽ തൊട്ടാൽ കറപറ്റും, അഹങ്കാരിയോട് അടുക്കുന്നവൻ അവനെ പോലെയാകും. ശക്തിക്ക് അതീതമായ ഭാരം എടുക്കരുത്, നിന്നേക്കാൾ ശക്തനും ധനികനുമായ ഒരുവനുമായി ഇടപഴകരുത്. മൺകലത്തിന് ഇരുമ്പ് പാത്രവുമായി ഒത്തുചേരുവാൻ കഴിയുമോ? മൺകലം അതിൽ തട്ടി തകരുകയില്ലേ? ധനവാൻ ദ്രോഹിക്കുക മാത്രമല്ല, നിന്ദിക്കുക കൂടി ചെയ്യുന്നു. പാവപ്പെട്ടവൻ ദ്രോഹം സഹിച്ചാൽ പോരാ, ക്ഷമായാചനവും ചെയ്യണം. നിന്നെ കൊണ്ട് പ്രയോജനം ഉണ്ടെന്ന് കണ്ടാൽ ധനവാൻ നിന്നെ ചൂഷണം ചെയ്യും. എന്നാൽ നിനക്ക് ആവശ്യം വന്നാൽ അവൻ നിന്നെ പരിത്യജിക്കും. നിനക്ക് വകയുണ്ടെങ്കിൽ അവൻ നിന്നോടുകൂടെ കാണും. കൂസലില്ലാതെ നിന്റെ വിഭവങ്ങൾ ചോർത്തിയെടുക്കും. നിന്നെ കൊണ്ട് ആവശ്യമുള്ളപ്പോൾ അവൻ നിന്നെ വഞ്ചിക്കും. നിന്നെ നോക്കി പുഞ്ചിരിച്ച് അവൻ നിന്നിൽ പ്രതീക്ഷ ഉണർത്തും. കാരുണ്യപൂർവമായ സ്വരത്തിൽ നിനക്കെന്താണ് ആവശ്യം എന്ന് ചോദിക്കും. സൽക്കാരം കൊണ്ട് അവൻ നിന്നെ ലജ്ജിപ്പിക്കും. പ്രതിസന്ധി കൊണ്ട് നീ പൂർണ്ണ ദരിദ്രനാകും. അപ്പോൾ അവൻ നിന്നെ അവഹേളിക്കും, നിന്നെ പുറന്തള്ളുകയും തല കുലുക്കി രസിക്കുകയും ചെയ്യും. വഞ്ചിക്കപ്പെടാതിരിക്കുവാൻ, ഭോഷത്വം മൂലം നിന്ദിക്കപ്പെടാതിരിക്കാനും ശ്രദ്ധിക്കുക. പ്രബലന്മാരുടെ ക്ഷണം സ്വീകരിക്കുന്നതിൽ വിമുഖനായിരിക്കുക. അവർ വീണ്ടും വീണ്ടും ക്ഷണിച്ചുകൊണ്ടിരിക്കും. തള്ളിക്കയറരുത്, പിന്തള്ളപ്പെടും. വളരെ അകന്നു നിൽക്കരുത്, വിസ്മരിക്കപ്പെടും. അവരോട് സമത്വഭാവത്തിൽ വർത്തിക്കരുത്. അവന്റെ വാചാലത കണ്ട് ഭ്രമിക്കുകയും അരുത്. അതിഭാഷണത്തിലൂടെ നിന്നെ പരീക്ഷിക്കുകയും പുഞ്ചിരിയിലൂടെ നിന്നെ അളക്കുകയുമാണ് അവൻ ചെയ്യുന്നത്. രഹസ്യം സൂക്ഷിക്കാത്തവൻ നിർദയനാണ്. ദ്രോഹിക്കാനോ തടവിലാക്കാനോ അവൻ മടിക്കുകയില്ല. രഹസ്യങ്ങൾ ചോർന്നു പോകാതെ സൂക്ഷിക്കുക. നീ സഞ്ചരിക്കുമ്പോൾ നിന്റെ നാശവും കൂടെയുണ്ട്. ഓരോ ജീവിയും സ്വവർഗത്തെ സ്നേഹിക്കുന്നു. മനുഷ്യൻ അയൽക്കാരനെയും ജീവികളെല്ലാം സ്വവർഗത്തിൽ ഇണങ്ങി നിൽക്കുന്നു. മനുഷ്യൻ തൻ്റെ തരത്തിൽപ്പെട്ടവനോടും ചെന്നായിക്ക് കുഞ്ഞാടിനോട് എന്ന് ചങ്ങാത്തം പ്രാപിക്കും. ദൈവഭക്തനോട് അതിലേറെ ഇല്ല. അടുത്തത് പ്രഭാഷകൻ 14-ാം അധ്യായം 1 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. വാക്കിൽ പിഴയ്ക്കാത്തവൻ അനുഗ്രഹീതൻ, അവന് പാപത്തെ പ്രതി ദുഃഖിക്കേണ്ടി വരികയില്ല. മനസാക്ഷി കുറ്റപ്പെടുത്താത്തവനും പ്രത്യാശ കൈവെടിയാത്തവനും ഭാഗ്യവാൻ. ലുപ്തൻ സമ്പത്ത് അർഹിക്കുന്നില്ല, അസൂയാലുവിന് സമ്പത്ത് കൊണ്ട് എന്തു പ്രയോജനം? സ്വന്തം കാര്യത്തിൽ പിശുക്ക് കാണിക്കുന്നവന്റെ സമ്പത്ത് അന്യർക്കു പോകും. അവർ അതുകൊണ്ട് ആഡംബരപൂർവം ജീവിക്കും. തന്നോട് തന്നെ പിശുക്ക് കാണിക്കുന്നവൻ ആരോടെങ്കിലും ഔദാര്യം കാണിക്കുമോ? അവൻ സ്വന്തം സമ്പത്ത് ആസ്വദിക്കുകയില്ല. സ്വന്തം കാര്യത്തിൽ അല്പത്വം കാണിക്കുന്നതിനേക്കാൾ അല്പനായി ആരുമില്ല. അവനുള്ള ശിക്ഷയും അത് തന്നെ. അവൻ നന്മ ചെയ്യുന്നെങ്കിൽ അത് അറിയാതെയാണ്. അവസാനം അവൻ തന്റെ അല്പത്വം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. അസൂയാലുവിന്റെ കണ്ണ് കുടിലമാണ്. അവൻ മറ്റുള്ളവരെ അവഗണിച്ച് മുഖം തിരിച്ചു കളയുന്നു. അത്യാഗ്രഹിയുടെ കണ്ണ് തന്റെ ഓഹരി കൊണ്ട് തൃപ്തിപ്പെടുന്നില്ല. ദുരാഗ്രഹം കൊണ്ടുള്ള അനീതി ആത്മാവിനെ ശുഷ്കമാക്കുന്നു. ലുപ്തന്റെ കണ്ണ് അപ്പത്തെ വെറുക്കുന്നു, അവന്റെ ഭക്ഷണമേശയിൽ അത് കാണുകയില്ല. മകനെ, കഴിവിനൊത്ത് ചെലവ് ചെയ്തുകൊള്ളുക. കർത്താവിന് യോഗ്യമായ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുക. മരണം വിദൂരമല്ലെന്ന് ഓർക്കുക. പാതാളത്തിൽ പ്രവേശിക്കേണ്ട സമയം നിനക്ക് അജ്ഞാതമാണ്. മരിക്കുന്നതിന് മുമ്പ് സ്നേഹിതന് നന്മ ചെയ്യുക.
ആവുന്നത്ര ഉദാരമായി അവനോട് പെരുമാറുക. ഇന്നിന്റെ സന്തോഷങ്ങൾ നഷ്ടപ്പെടുത്തരുത്. നിനക്ക് അർഹമായ സന്തോഷത്തിന്റെ ഓഹരി വേണ്ടെന്ന് വെക്കരുത്. നിന്റെ പ്രയത്നത്തിന്റെ ഫലം മറ്റുള്ളവർക്ക് വിട്ടിട്ട് പോകുകയും നീ അധ്വാനിച്ച് സമ്പാദിച്ചവ അവർ പങ്കിട്ടെടുക്കുകയും ചെയ്യുകയില്ലേ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്കും സ്തുതി. ഇന്ന് കുടുംബജീവിതം നയിക്കുന്ന പല കുടുംബങ്ങളിലും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് എനിക്ക് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് തന്നത്. ചേട്ടന് ഇത് വായിച്ച്, ചേട്ടൻ ഒന്നും പറഞ്ഞില്ല, ചേട്ടനെ വായിച്ച് ചേട്ടൻ ബൈബിള് മടക്കി വെച്ചു, അത്രമാത്രം. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ തന്നത് ഞാൻ ഓർത്തു. കുടുംബജീവിതം നയിക്കുന്ന അനവധി കുടുംബങ്ങളിൽ ഇതിൽ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളെല്ലാം, കർത്താവ് പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. ആരും അത്ര എല്ലാവരും ജീവിതം മുന്നോട്ട് ഇങ്ങനെ പോകുന്നു. പക്ഷെ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഇതിൽ പറഞ്ഞ പോലെയുള്ള ഭാഗങ്ങൾ, വചനഭാഗങ്ങളെല്ലാം ഒന്ന് ധ്യാനിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുവാൻ കഴിഞ്ഞാൽ അതൊരു ഭാഗ്യമാണ്, ഒരു പുണ്യമാണ്. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്കും സ്തുതി. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഗുഡ് നൈറ്റ്.